വനിതാ മാധ്യമ പ്രവർത്തകരെ വിലക്കിയ വിവാദ നിലപാട് തിരുത്തി അഫ്ഗാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഖി. ഡൽഹി അഫ്ഗാൻ എംബസിയിൽ വനിതാ മാധ്യമ പ്രവർത്തകരെ ഉൾപ്പെടുത്തി വാർത്താ സമ്മേളനം നടത്തി. വനിതകളെ മനഃപൂർവ്വം ഒഴിവാക്കിയതല്ലെന്നും തിരക്കിനിടെ സംഭവിച്ചതാണ് എന്നുമാണ് വിശദീകരണം. അമൃത്സറിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിലേക്ക് ഉടൻ വിമാന സർവീസുകൾ ആരംഭിക്കുമെന്നും അഫ്ഗാൻ വിദേശകാര്യമന്ത്രി അറിയിച്ചു. അഫ്ഗാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഖി വെള്ളിയാഴ്ച നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വനിതാ മാധ്യമ പ്രവർത്തകരെ ഒഴിവാക്കിയത് കേന്ദ്ര സർക്കാരിനെ പോലും പ്രതിരോധത്തിലാക്കിയിരുന്നു. അഫ്ഗാൻ പാക് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ആഗ്ര സന്ദർശനം റദ്ദാക്കിയ മുത്തഖി അഫ്ഗാൻ എംബസിയിൽ വിളിച്ച വാർത്താ സമ്മേളനത്തിൽ ഇത്തവണ തെറ്റിത്തിരുത്തി. വനിതാ മാധ്യമ പ്രവർത്തകരെ ഉൾപ്പെടെ വാർത്താ സമ്മേളനത്തിന് ക്ഷണിച്ചു. നേരത്തെ വനിതകളെ ഒഴിവാക്കിയത് മനഃപൂർവ്വമല്ലെന്നും സാങ്കേതിക പിഴവെന്നും വിശദീകരണം. تخنیکی ټیمونو محدود خبريالانو سره رابطه کړې و او هغه راغوښتو. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി വാണിജ്യം, നിക്ഷേപമടക്കം നിരവധി വിഷയങ്ങൾ സംസാരിച്ചതായി മുത്തഖി പറഞ്ഞു. അമൃത്സറിൽ നിന്നും അഫ്ഗാനിസ്ഥാനിലേക്ക് ഉടൻ വിമാന സർവീസുകൾ ആരംഭിക്കുമെന്നും താലിബാൻ മന്ത്രി പ്രഖ്യാപിച്ചു. കാബൂൾ വ്യോമാക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനിലെ 6 ഇടങ്ങളിൽ നടത്തിയ ആക്രമണത്തിൽ 58 സൈനികരെ വധിച്ചതായും 3 പാക് സൈനിക പോസ്റ്റുകൾ പിടിച്ചെടുത്തതായും അഫ്ഗാനിസ്ഥാൻ അവകാശപ്പെട്ടു. സംഘർഷത്തെ തുടർന്ന് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തി അടച്ചു. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.